+1 അഡ്മിഷൻ പ്രോസസ്സ് നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ ഇത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടിയ കുട്ടികളൊക്കെ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു സീറ്റ് ഞങ്ങളുടെ സീറ്റാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സീറ്റ് അവിടെ ഉറപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടാത്ത ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ്, അവർ എന്നിരുന്നാലും പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിലും ടെമ്പററി അഡ്മിഷൻ അവിടെ എടുത്തിട്ടുണ്ടാവും അല്ലെ. എന്തിനാണ് ഇങ്ങനെ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത്? ഇനിയിപ്പോൾ അടുത്ത അലോട്ട്മെന്റ്സ് വരുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെന്റ്സിൽ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ കിട്ടിയ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ തീരെ ഒരു ഓപ്ഷൻസും കിട്ടാത്ത കുട്ടികൾക്കും ഉള്ള ഒരു ഹോപ്പായിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് ഓൾറെഡി ഇന്നലെ അല്ലെ ജൂൺ 10 പബ്ലിഷ് ചെയ്തു. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നലെ ജൂൺ 10 നമ്മുടെ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത ആ സമയത്ത് തന്നെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ജൂൺ 10 10 മണി മുതൽ ഇന്ന് ജൂൺ 11 5 മണി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്കൂളിലാണോ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇഷ്ടപ്പെട്ട സ്കൂളല്ല ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസിൽ കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് വെക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഹയർ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ആ ഒരു ടെമ്പററി അഡ്മിഷൻ വളരെ അത്യാവശ്യമാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞ ഫീസ് ആയിരിക്കും. ആ ഒരു ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ആ ഒരു സീറ്റ് ഉറപ്പാക്കുക. ഇനിയിപ്പോൾ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാത്ത ആൾക്കാരെ ഒന്നും നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, www.hscap.kerala.government.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ഇപ്പം നമുക്ക് ഒരു ഡെമോ നോക്കാം അല്ലേ. അപ്പം നേരെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്കൂളിലാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ള എല്ലാ ഐഡിയയും കിട്ടും. ആ സ്കൂളിൽ ഇന്ന് തന്നെ ഇന്ന് 5 മണി വരെയുള്ളപ്പോൾ വേഗം തന്നെ പാരൻസിനെയും കൂട്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് വേഗം പോയിട്ട് ടെമ്പററി അഡ്മിഷൻ ആണോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ വേണോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലെറ്റർ അവർ എടുത്തു തരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടിയില്ല, ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട്, അലോട്ട്മെന്റ് വരാനുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോപ്പ് കൈവിടേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഒരു ടെമ്പററി അഡ്മിഷൻ അവിടെ ഉറപ്പാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പം തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താണ് സീറ്റ് കിട്ടില്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടില്ലേ, അങ്ങനെ ഒരുപാട് പേടിയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവിടെ എന്തുണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ സ്കൂളിന്റെയും വേക്കൻസീസ് അനുസരിച്ച് സീറ്റിനനുസരിച്ച് ഓരോ സ്കൂളിലുമുള്ള എന്താണ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എത്രത്തോളം സീറ്റ് ഉണ്ട് എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ ഹോപ്പ് കൈവിടണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കോട്ടാസ് വഴി അല്ലേ, നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ടയിലൊക്കെ എന്തുണ്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എവിടെയാണോ ഏത് കോട്ട വഴിയാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വേണ്ടത്, മെറിറ്റ് കോട്ടയാണോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്പോർട്സ് കോട്ടയാണോ അല്ലെങ്കിൽ എന്താ കമ്മ്യൂണിറ്റി കോട്ടയാണോ, അതിൽ ഏതിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെന്ന് കറക്റ്റായിട്ട് അതിൽ അഡ്മിഷൻ എടുത്ത് വെക്കുക. ഒരു കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ ഒരാൾക്ക് മറ്റൊരു കോട്ടയിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ അലോട്ട്മെന്റിന് കൊടുത്ത സമയത്ത് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടല്ല കൊടുത്തത് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആഗ്രഹമുള്ളവർ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ പുതുക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാ ഓപ്ഷൻസും നിങ്ങൾ നോക്കുക, ഒരു ഓപ്ഷൻസും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും സീറ്റ് കിട്ടുമ്പോൾ സീറ്റ് കിട്ടിയവർക്കും ഇനി സീറ്റ് കിട്ടാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.